നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ടെലസ്കോപ്പിലൂടെ ചന്ദ്രൻ്റെ ദൃശ്യങ്ങൾ കാണാനാണ് ശ്രമിക്കുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോഴുള്ള ടെലസ്കോപ്പ് എന്ന് പറയുന്നത് സെലസ്ട്രോണിൻ്റെ ആസ്ട്രോമാസ്റ്റർ 130 EQ എന്ന് പറയുന്ന ടെലസ്കോപ്പാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ കാണുന്ന ഭാഗമാണ് ഐ പീസ്, മുകളിലുള്ളത് ഫൈൻഡർ സ്കോപ്പ്, താഴെയായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള മറ്റു കാര്യങ്ങളുമൊക്കെയാണ് കാണുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ 20x ലെൻസാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഐ പീസിലേക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി നമ്മൾ ഐ പീസിൻ്റെ ഭാഗത്തുള്ള 2 സ്ക്രൂ അഴിച്ച ശേഷം അതിൻ്റെ ആ ഒരു കവർ ചെയ്ത പോർഷൻ മാറ്റുക. ശേഷം ടെലസ്കോപ്പിന് മുന്നിലായിട്ടുള്ള കവർ ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗവും ഇതുപോലെ മാറ്റുക. ശേഷം ഐ പീസിൻ്റെ ആ ഒരു ഭാഗത്തായി നമ്മുടെ ലെൻസ് ഘടിപ്പിച്ച മൊബൈൽ കണക്ട് ചെയ്ത് ആ 2 സ്ക്രൂകളും ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫൈൻഡർ സ്കോപ്പ് ഓണാക്കിയ ശേഷം നമ്മൾ ചന്ദ്രനിലേക്ക് ടെലസ്കോപ്പ് പോയിൻ്റ് ചെയ്യുക. ഞാൻ റെക്കോർഡിംഗ് ഓണാക്കാൻ പോകുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം മേഘങ്ങളാൽ ചുറ്റപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മേഘങ്ങൾ മാറിയ ശേഷം നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ മേഘങ്ങളൊക്കെ മാറി ചന്ദ്രൻ ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ചന്ദ്രൻ്റെ ദൃശ്യങ്ങൾ ഫോണിൽ ഘടിപ്പിച്ച 20x ലെൻസിലൂടെയാണ്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വീഡിയോ ആയിട്ടല്ല, ഫോണിൽ സ്ക്രീൻ റെക്കോർഡ് രൂപത്തിലാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ദൃശ്യത്തിലൂടെ നമുക്ക് ചന്ദ്രനിലുള്ള ക്രേറ്റേഴ്സിൻ്റെ ഒരു ഏകദേശ രൂപം എങ്ങനെയാണെന്ന് മനസ്സിലാകും. അതുപോലെ തന്നെ വളരെ ക്ലിയറായിട്ട് കാണാനും സാധിക്കും ഇതിലൂടെ. ഞാനിപ്പോൾ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് മൊബൈൽ പിടിക്കാനും മറ്റെല്ലാത്തിനും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ടെലസ്കോപ്പിൻ്റെ റിവ്യൂ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മളത് അടുത്ത വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കിപ്പോൾ ഞാൻ കൈ ചൂണ്ടുന്ന ഭാഗത്തായിട്ട് 2 നക്ഷത്രങ്ങളെ കാണാം. അത് ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്നറിയില്ല. അതുപോലെ തന്നെ ചന്ദ്രൻ്റെ അടുത്തായിട്ടും 2 നക്ഷത്രങ്ങളുണ്ട്. ഇവ ഏതാണ്ട് പാരലൽ രൂപത്തിലാണ് നിൽക്കുന്നത്, എങ്കിലും ഇവ തമ്മിൽ ബന്ധമൊന്നുമില്ല. അതിൽ നേരത്തെ കാണിച്ച ആ 2 നക്ഷത്രങ്ങൾ ലിയോ എന്ന് പറയുന്ന കോൺസ്റ്റലേഷൻ്റെ ഭാഗമാണ്. ഞാൻ ഇതിനു മുന്നേ കുറച്ച് കോൺസ്റ്റലേഷൻസിൻ്റെയും മൂണിൻ്റെയും ഒക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് നോക്കാം.